എല്ലാവർക്കും ലിജോസ് ന്യൂ ബിഗിൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓണത്തപ്പനെ കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള വിശ്വാസങ്ങളെ കുറിച്ചുമാണ്. ആരാണ് ഓണത്തപ്പൻ എന്ന് നിങ്ങൾക്കറിയാമോ? ചിലയിടങ്ങളിൽ അത് മാവേലിയാണെന്നും ചിലയിടങ്ങളിൽ വാമനനാണെന്നും പറയുന്നവരുണ്ട്. എറണാകുളത്തെ തൃക്കാക്കര ക്ഷേത്രത്തിലാണ് ഓണത്തപ്പന്റെ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത്. എറണാകുളത്തെ തൃക്കാക്കരയിലാണ് വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയെന്നാണ് വിശ്വാസം. ഓണത്തപ്പനെ തൃക്കാക്കരയപ്പനെന്നും പറയാറുണ്ട്. ഓണത്തിന് അത്തപ്പൂക്കളം ഇടുമ്പോൾ അത്തപ്പൂക്കളത്തിന്റെ കൂടെ നാക്കിലയില് ഓണത്തപ്പനെ വെക്കാറുണ്ട്. ഓണത്തപ്പനെ ഉണ്ടാക്കുന്നതിനായിട്ട് കളിമണ്ണ് കൊണ്ട് പിരമിഡ് ഷേപ്പിൽ ഉണ്ടാക്കി അതിന് 4 മുഖം വരുന്ന രീതിയിലാണ് ഓണത്തപ്പനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് പരമ്പരാഗതമായി ചെയ്തു വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ പുറം രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് ക്ലേ മേടിച്ച് നമുക്ക് അത് കണക്ക് പിരമിഡ് അത് കണക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിരമിഡ് ആകൃതിയിൽ 4 ഫേസ്, അതാണ് ഓണത്തപ്പന്റെ രൂപം. ആ 4 ഫേസ് നമ്മുടെ ജീവിതത്തിന്റെ 4 ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അത് കണക്ക് തന്നെ 3 തൊട്ട് 5 വരെ ഓണത്തപ്പനെ അത്തപ്പൂക്കളം ഇടുമ്പോൾ ഒരു നാക്കിലയിൽ എടുത്ത് അത്തപ്പൂക്കളത്തിന്റെ കൂടെ വെക്കാറുണ്ട്. ഉത്രാടം നാള് മുതൽ 5-ാം ഓണം വരെയാണ് അത്തപ്പൂക്കളം ഇടുമ്പോൾ ഓണത്തപ്പനെ നമ്മൾ കുട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഓണത്തപ്പനെ ന്യൂസിലൻഡിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇത് ഇൻവോൾവ് ചെയ്യിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടും ഉണ്ടാക്കിപ്പിച്ച് നമ്മൾ ഓണത്തപ്പനെ ഇത്തവണത്തെ ഓണത്തിന് അത്തപ്പൂക്കളത്തിൻ്റെ കൂടെ വെക്കാൻ പോവുകയാണ്. കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഓണത്തപ്പൻ, അത് നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ കൂടെ അത് എന്താണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ പകർന്നു കൊടുക്കുക. ഇതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ആസ്വദിക്കുക. ഇന്ന് ഓണത്തപ്പനെ ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങളെ ഡ്രൈ ക്ലേ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഓണത്തപ്പനെ ഉണ്ടാക്കുന്നത്. 4 മുഖവും പിരമിഡ് ഷേപ്പും, അതാണ് ഓണത്തപ്പന്റെ രൂപം. ഞങ്ങള് ക്ലേ ഇവിടെ പറമ്പിൽ നോക്കി, പക്ഷെ ഇവിടുത്തെ സാൻഡ് ഒരു ബ്ലാക്ക് കളറാണ്. അപ്പൊ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ലുക്ക് കിട്ടില്ല. അപ്പൊ നോക്കിയപ്പോഴാണ് കടയിൽ നമുക്ക് ആർട്ട് ക്രാഫ്റ്റ് സെക്ഷനിൽ നമുക്ക് ഈ എയർ ഡ്രൈ ക്ലേ വാങ്ങാൻ കിട്ടും. അത് ടെറിക്കോട്ട കളറാണ്. അപ്പൊ നമുക്ക് ആ കറക്റ്റ് ഓണത്തപ്പന്റെ കളറിൽ നമുക്ക് ആ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അധികം പണിയും ഇല്ല. നമുക്ക് ചെറുതായിട്ട് വാട്ടർ ഉപയോഗിച്ച് നമുക്ക് അതൊന്ന് മോൾഡ് ചെയ്ത് ഓണത്തപ്പന്റെ രൂപത്തിൽ മോൾഡ് ചെയ്തിട്ട് ഓപ്പൺ എയറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ഇരുന്ന് ഉണങ്ങിക്കോളും. ഫയറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളതാണ് നമ്മൾ ഓണത്തപ്പനെ നമ്മൾ പൂക്കളം ഇടുമ്പോൾ ഓണത്തപ്പനെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് വീട്ടിൽ. കാരണം പിള്ളേർ ഇത് കാണണം, എന്താണ് സംഭവം, ഇതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളെല്ലാം പിള്ളേർക്ക് അറിയണം. അതുകൊണ്ടാണ് ഞങ്ങൾ പിള്ളേരെ കൂട്ടി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഓണത്തപ്പനെ ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരും. ഞങ്ങൾ പൂക്കളം ഇടുന്ന വീഡിയോ ഓണത്തപ്പനെ വെച്ച്, അപ്പം അത് നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലായിട്ട് നമുക്കത് പിന്നീട് കാണാം. അപ്പോൾ ഇത് നമുക്ക് ഓണത്തപ്പനെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ ഈ കുറച്ച് വെള്ളം ട്രെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം എടുത്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് മോൾഡ് ചെയ്തെടുക്കാൻ പോകണേ ആ ഷേപ്പില്. ഒരു ഓണപ്പാട്ട് പഠിക്കടാ. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ
നമുക്കത് എയർ ഡ്രൈ ചെയ്യാൻ വെക്കാം. 48 hours പറയുന്നത്. പക്ഷെ ഇവിടെ ന്യൂസിലാൻഡിൽ ഇപ്പോൾ വിന്റർ സീസൺ ആണ്. നമുക്ക് 2 ദിവസം കൂടുതൽ എടുക്കുമായിരിക്കും. ഇന്ന് രാവിലെ നല്ല വെയിലായിരുന്നു, ഉച്ചവഴി നല്ല ഭൂകരം മഴയും. അതുകൊണ്ട് ഈ പറഞ്ഞ ടൈം ഫ്രെയിമിൽ ഇത് റെഡിയാവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഓണത്തിന് മുമ്പേ സാധനം സെറ്റാവും. ഇത് കണ്ടോ, when it dries we will pick the best. We only need 3, okay Diana? So we made how many? 1 2 3 4 5, okay? Out of 5 ഓണത്തപ്പൻ we will pick the best 3. അപ്പൊ ഞങ്ങൾ ഓണത്തപ്പനെ ഉണ്ടാക്കി, ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഓണത്തപ്പനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഇപ്പൊ ഇത് ഡ്രൈ ചെയ്യാൻ വെക്കണം. 5 ഓണത്തപ്പനെ ഉണ്ടാക്കിയത്, പക്ഷെ നമ്മൾ 3 ഓണത്തപ്പനെ വെക്കത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ 5 പേരുള്ളത് കൊണ്ട് ഓരോരുത്തരും ഓരോന്നുണ്ടാക്കിയതാണ്. പിന്നെ ഒരു ഉരലും പിന്നെ അമ്മിക്കല്ലും വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ രീതിയിൽ പറ്റാവുന്ന ഒരു ഷേപ്പിൽ. ഇത് ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ വായിച്ചു നോക്കിയപ്പോ ഇങ്ങനെ കുറെ രൂപങ്ങൾ നമുക്ക് അല്ലാണ്ട് ഉണ്ടാക്കി അതിന്റെ കൂടെ വെക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അറിയാവുന്ന രീതിയിൽ ചെറുതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ അത്തപ്പൂക്കളം ഇടുമ്പോ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കമന്റ്സ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.